limited time, so I will only mention the important parts. ബേസിക്കലി ഒരു ബൈബിൾ സ്കൂൾ ടീച്ചറാണ് ഞാൻ. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരു സ്റ്റഡി മോഡലാണ് കൂടുതലും ഇന്ന് രാത്രി നമ്മൾ പഠിക്കാൻ പോകുന്നത്. So I am a Bible teacher and it will be in a study model that we are doing it tonight. ഞാൻ ബൈബിൾ ടീച്ചറാണെന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു സ്റ്റഡി മോഡൽ ആയതുകൊണ്ട് അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളൊക്കെയാണ് എന്നെക്കാൾ വലിയ ടീച്ചേഴ്സ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. So because it's in a study model, that's why I said I am a Bible teacher, not in order to boast about myself. അതാണ് എൻ്റെ കാര്യം. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ വായിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. Romans chapter 8 verse 28, it reads like this. And we know that God causes all things to work together for good to those who love God, to those who are called according to His purpose. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless us all. നമുക്കറിയാം റോമാലേഖനം ഉപദേശ സംഗ്രഹമായ അല്ലെ ഉപദേശങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. So book of Romans is a book, that has all the doctrine and everything. 16 അധ്യായമാണ് ഈ പുസ്തകത്തിനുള്ളത്. There are 16 chapters in the book of Romans. അതിലെ 8-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. We are going to think about chapter 8 of book of Romans. നമ്മളൊരു മല കയറി അതിൻ്റെ സെനത്തിലെത്തുന്നത് പോലെ, ഉന്നതിയിലെത്തുന്നിട്ട് താഴോട്ട് ഇറങ്ങുന്നത് പോലെ ഈ 8-ാം അധ്യായം ഈ പുസ്തകത്തിന്റെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. As we climb uphill and reach the peak of the mountain, chapter 8 of the book of Romans is the peak chapter of the book of Romans. We can call this chapter as the chapter of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഒരു അധ്യായം എന്ന് ഈ അധ്യായത്തെ നമുക്ക് വിളിക്കാം. നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിലേക്ക് പോവുകയാണ്. Now let us go to the basics. 8 അധ്യായം മുഴുവനും നമ്മൾ നോട്ടപ്രദീക്ഷണം നടത്തും. We will go fast through all the chapters. അതിന്റെ 1, 2, 3, 4, 5 വാക്യങ്ങൾ അതിന്റെ ഫൗണ്ടേഷനാണ്. And verses 1, 2, 3, 4, 5 are the foundations of that chapter. 4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. There are 4 things that are mentioned in those 5 verses. First one, we have a new position. Second one, we have a new law. Third one, we have a new power. Fourth one, we have a new character. 4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, we have a new position. So there are 4 things that is mentioned in those 5 verses. We have a new position, new law, new power and new character. The first one is position. ഒന്നാമത് പറയുക, നമ്മൾ ഇപ്പൊ ക്രിസ്തയേശുവിലാണ്. So number 1, it says that we are currently in Christ. Just like we are here in this chapel, this sanctuary, the same way we are now in Jesus. So as just we are sitting in this sanctuary now, currently we are in Christ. ഇതുപോലെ നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നു. And we are positioned in Christ. നമ്മൾക്കൊരു പുതിയ സ്ഥാനലബ്ധി ലഭിച്ചു. നമ്മൾ ക്രിസ്തുവിലായിരുന്നില്ല, കൃപയാൽ നാം ഇപ്പോൾ ക്രിസ്തുവിലായി. We were not in Christ before, but it is because of His grace that we have received a position to be in Christ. നമ്മൾ ആരായിരുന്നു എന്ന് അറിയാമോ? Do you know who we were? 7-ാം അധ്യായത്തിന്റെ അവസാനം എഴുതിയിട്ടുണ്ട്. Oh, I am a wretched man. In chapter 7, it tells who we were, that we are a അരിഷ്ട മനുഷ്യൻ എന്ന് നാം കാണുന്നു. ഞാൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ വിടുവിക്കും ഒരു നിലവിളിയാണ്. And there is a cry that we see, that who will set me free from the body of this death. ഈ wretched man അഥവാ അരിഷ്ട മനുഷ്യൻ എന്നുള്ളത് എങ്ങനെ പറയുന്നതെന്നറിയാം. അന്നത്തെ കാലത്ത് റോമൻ സാമ്രാജ്യം ഇങ്ങനെ വർദ്ധിച്ചപ്പോൾ ഒരു പ്രവിശ്യയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ശിക്ഷാ നടപടി ഉണ്ടായിരുന്നു. So in the Roman Empire there was a particular punishment method that they followed. അവര് ഒരാളെ കൊന്നാൽ, and if a person kills someone, അവര് ശിക്ഷ വിധിക്കുന്നത് വ്യത്യസ്തമായ നിലയിലാണ്. so their punishment will be different. അവൻ കൊന്നവരെ പിടിച്ചുകൊണ്ട് വരും. And they will bring the murderer. എന്നിട്ട് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തോടെ അടി മുതൽ മുടി വരെ, പാദം മുതൽ തല വരെ ചേർത്ത് കെട്ടും.
And this man will be tied, from head to toe, along with the man who is murdered or killed. He will be tied from head to toe. നിങ്ങൾക്കറിയാലോ, നേഴ്സിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ശരീരം പെട്ടെന്ന് അങ്ങ് തണുക്കുവാനായി തുടങ്ങും. So many of you are in the medical field. You know that when a person is dead, their body becomes very cold. പോക അഥവാ ക്രമേണ ഈ മനുഷ്യന്റെ ശരീരത്തിലെ തണുപ്പ് ജീവനുള്ള മനുഷ്യരിലേക്ക് അരിച്ചരിച്ച് കയറാൻ തുടങ്ങും. And this, like a coolness in the body will start penetrate into the person who is alive. അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്, ആരും ഇവനെ രക്ഷിക്കാൻ പാടില്ല, ആരെങ്കിലും രക്ഷിച്ചാൽ ഇവനു പകരം അവൻ മരിക്കണം. And there is a board which is also standing there saying that no one should untie this man. If anyone decide to untie this man, he should take the position of this person. ഞാനാണ് കൊന്നെന്നങ്ങ് വിചാരിക്കുക. Now suppose I am the person who killed the man. ഞങ്ങളുടെ വീട്ടിലെ 7 മക്കളാണ്, 6 പെണ്ണാണ്. ഏറ്റവും അവസാനം എൻ്റെ അപ്പനും അമ്മയും ആശിച്ചുണ്ടായതാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, ഉണ്ടായ ഒരു മോനാണ് ഞാൻ. So like in our family there are 7 siblings, and after 6 sisters, I don't know if my parents were desiring for me, but God gave me to them. എന്നെ കൊലപാതകം നടത്തിയത് കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. So like suppose I am tied to the dead body because I murdered this man. എൻ്റെ ഫാദർ അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇടയ്ക്ക് ആ ബോർഡിൽ കൂടെ നോക്കുമ്പോൾ അദ്ദേഹം പുറകോട്ടങ്ങ് മാറും. So my father would come look at me, I am tied to this dead man, but then he would look at the board and then he will withdraw himself. ഇതുപോലെ പാപത്താലും ശാപത്താലും ബന്ധിക്കപ്പെട്ട് കിടന്നവരാണ് നമ്മൾ. And we were tied because of our sins and the curses that we possessed. ന്യായപ്രമാണത്തിന് നമ്മെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. And the law could not save us. മതകർമ്മങ്ങൾക്ക് നമ്മെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. And the religion could not set us free. മറ്റൊന്നിനും നമ്മെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. Nothing in this world could set us free. അതുകൊണ്ടാണ് സെക്കൻഡ് വേഴ്സിൽ എഴുതിയിരിക്കുന്നത്, ന്യായപ്രമാണത്തിന് ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ യേശുക്രിസ്തു പാപ ജഡ സാദൃശ്യത്തിലായി നമ്മുടെ പാപത്തിന്റെ കെട്ടുകളെ അഴിച്ചു, ശാപത്തിന്റെ ബന്ധനങ്ങളെ തകർത്തു, അവിടുന്ന് നമ്മെ സ്വതന്ത്രരാക്കി. Hallelujah. That's why in the verses 2 and 3 that we read that, for what the law could not do, God sent his own son in the likeness of the flesh so that he could save us, because he offered himself for our sins. കർത്താവിനെ രക്ഷിച്ചെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? How many of you have the assurance that God saved us from the ശാപത്തിന്റെ sin? ബന്ധനം അറുത്ത ഒരു കർത്താവാണ് എൻ്റെ ദൈവം. കാൽവരി ക്രൂശിലെ മരണത്താൽ സാത്താന്റെ തല തകർത്ത് എന്നെ മരണത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി അല്പസമയം ആരാധന അർപ്പിച്ചാട്ടെ. Thank you Jesus, thank you Jesus. ഹല്ലേലൂയ. Amen. നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിച്ചു. Our God did save us from the bondage of sin. അവിടുന്ന് പൊക്കിയെടുത്ത് നമ്മെ ക്രിസ്തുവിലാക്കി. And from taking us from there, from the bondage of sin, he placed us in Christ. അവിടെ നമുക്ക് സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം ക്രിസ്തയേശുവിൽ ഉണ്ട്. And in Christ we have all the spiritual blessings of heaven. ഇന്ന് രാത്രിയിലെ പാട്ടും മെസ്സേജും ഒക്കെ അകത്ത് വന്നവർ കേൾക്കുന്ന പോലെ പുറത്തുള്ളവരും യൂട്യൂബിനകത്തൂടെ കേൾക്കും. എങ്കിലും ആ സൗകര്യം ഇല്ലെങ്കിൽ അകത്തുള്ളവർ മാത്രം അനുഭവിക്കുന്ന പോലെ ക്രിസ്തുവിലുള്ള അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ട കൃപയ്ക്ക് ഞാൻ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം. So as like those who are coming into the sanctuary will be the ones enjoying in the worship here, just like that only when you are in Christ you can enjoy the spiritual blessings. The first point, we are in Christ, we have a new position. So the first point he said we have a new position, we are positioned in Christ. സെക്കൻഡ് വൺ, നമ്മുടെ കയ്യിൽ ഒരു ന്യായപ്രമാണം അന്നുണ്ടായിരുന്നു. So number 2, we have a law that we had that day. ആ ന്യായപ്രമാണം മാറ്റിയിട്ട് God has given a new law to us. Changing the old law, God has given us a new law. ഓൾഡ് ലോയുടെ പേരെന്താണെന്നറിയാമോ? Do you know what was the name of the old law? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. The name of the old law was the law of death and ആ പ്രമാണം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പുതിയൊരു പ്രമാണം തന്നു. removing the law of sin and death, we are given a new law. ആ പ്രമാണത്തിന്റെ പേരെന്താണെന്നറിയാമോ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. And the name of the new law is that it is the law of
life and spirit. ഓൾഡ് പ്രമാണം മാറ്റിയിട്ട് ന്യൂ പ്രമാണം കിട്ടി. അത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. Hallelujah. The old law was changed and we are given a new law. Remember, the name of the new law is the law of life and spirit. നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഞാൻ പറയാം, അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറഞ്ഞ വി ഹാവ് എ ന്യൂ ലോ, ദ ലോ ഓഫ് ലൈഫ് ആൻഡ് സ്പിരിറ്റ് എന്നൊന്ന് പറഞ്ഞേ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് നമുക്കൊരു പുതിയ പ്രമാണമുണ്ട്, ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണമാണ് എന്ന് പറയാമോ? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പാട്ട് ജീവനുള്ള പാട്ടാ. So that is why our song should be the songs of life. നമ്മുടെ ആരാധന ജീവനുള്ള ആരാധനയാണ്. That is why our worship is the worship of life. നമ്മുടെ പ്രമാണം ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. Because our law is the law of life and spirit. നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്നത് ജീവനുള്ള പുതുവഴി കാൽവരി ക്രൂശിൽ അത് തുറന്നു, അതിലൂടെയാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്നത്. And we have entered into his sanctuary through the way that was made on the cross because of his blood. ശ്രദ്ധിക്കണേ, നമ്മുടെ ആരാധന ജീവനുള്ള ആരാധന. Our worship is the worship of life. രണ്ട്, നമ്മൾ വന്നത് കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ തുറന്ന ജീവനുള്ള വഴിയിലൂടെ. And we came through the living way. മൂന്നാമത് നമ്മുടെ പ്രമാണം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. And number 3, our law is the law of life. നമ്മൾ വന്നു കഴിഞ്ഞ് ആരുടെ അടുക്കൽ? ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലായി ആത്മീയ ഗ്രഹമായി പണിയപ്പെടുക. And also, where are we coming? We are coming to the living stone, Jesus Christ, so that we can also be built into the living body. ആ ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കും. And the life will be spread to us. ചത്തതുപോലെ കുത്തിയിരിക്കാൻ അല്ല ദൈവം തമ്പുരാൻ നമ്മെ വിളിച്ചത്. യേശുവിന്റെ ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ നമ്മൾ അറിയാതെ സഭ അങ്ങ് പണിയാൻ തുടങ്ങും. Hallelujah. God did not call us to come, to his church and sit idle, but he called us so that the life will be spread in our body and we will start building the temple of God even without our knowing. ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ ഒരു പാപിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നു. And the one day, like a sinful woman was brought to Jesus. അവര് പറഞ്ഞു, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാ പ്രമാണം പറയുന്നത്, താങ്കൾ എന്തോ പറയുന്നെന്ന് ചോദിച്ചു. And people said, like the law states that she should be stoned to death, but what do you say? യേശു ഒന്നും പറഞ്ഞില്ല. അവിടെ എഴുതിക്കൊണ്ടിരുന്നു, നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. Jesus did not say a word, but he kept writing on the ground. എഴുതുമ്പോൾ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. As he was writing down, he also stated that whoever is not a sinner among you, let him stone her first. ആരും എറിഞ്ഞില്ല. എല്ലാരും ഓരോരുത്തൻ, മൂത്തവൻ മുതൽ ഇളയവൻ വരെ ഓരോരുത്തരായി അവിടുന്ന് അങ്ങ് പോയി കളഞ്ഞു. No, not only that, none of them were able to stone her. They also started dispersing from the old to the youngest. അവർക്ക് മനസാക്ഷിയുടെ കുത്തുണ്ടായിരുന്നു. And they had, their inner conscience judging them. യേശു തല ഉയർത്തി നോക്കിയപ്പോൾ സ്ത്രീ മാത്രമേ അവിടെ ഉള്ളൂ. And when Jesus looked up, only the woman was standing there. കർത്താവിനോട് ചോദിച്ചു, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലയോ? ഞാനും നിന്നെ കല്ലെറിയുന്നില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ജീവൻ കൊടുക്കുന്നതാ, നീ പൊക്കോ, പക്ഷേ ഇനി മേലാൽ പാപം ചെയ്യരുത്. Jesus looked at her and said, did no one stone you? I am also not punishing you, but go back. But remember one thing, do not sin anymore. അത് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം പറഞ്ഞു കല്ലെറിയാൻ, കൊന്നുകളയാൻ. എന്നാൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പറഞ്ഞു, ഞാൻ നിനക്കൊരു പുതിയ ജീവൻ നൽകിയ കൃപയുടെ ജീവനാണ്. പാപം ചെയ്യാതെ കൃപയിൽ ആശ്രയിച്ച് ചുവടെടുത്ത് വെച്ചോണം എന്ന് പറയുന്നതാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. When the old law told them to stone this sister to death, the law of the life and spirit said, do not stone her, but it granted her life. ഇത്ര കനമുള്ള പ്രമാണം നമുക്ക് സ്വയമേ പാലിക്കാൻ പറ്റില്ല. And this thick law we cannot obey by ourselves. നമ്മളെല്ലാവരും അപ്പന്റെ മക്കളായിട്ട് ജനിച്ചവരാ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള അപ്പന്റെ ആ പ്രകൃതി നമുക്കുണ്ട്. ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയാൻ നമുക്കൊരു ത്വരയുണ്ട്. അതുകൊണ്ട് ഇടത്തെ ചെകിട് അടിച്ചാൽ നമ്മളൊന്നും പെട്ടെന്ന് വലത്തെ ചെകിട് കാണിച്ചു കൊടുക്കുകയില്ല. പക്ഷേ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഒരു പുതിയ ശക്തി ദൈവം നമ്മുടെ മേൽ പകർന്നു. ആ ശക്തിയാണ് the power of Holy Spirit. Amen. Now we are all human, and we in our human nature, no one would show their if someone is beating us, we will not tell them to beat us anymore, but rather
God has given us a power so that we will be able to forgive them. That power is called the power of the Holy Spirit. ചർച്ച് വരുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിന് മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിനതീതമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. When we come to the church, not just to worship in the truth and spirit or in the Holy Spirit in tongues, that is not the purpose of Holy Spirit. That is important, but in order to lead a spirit-filled life is why Holy Spirit is given to us. നാലാമത്, അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു പുതിയ ക്യാരക്ടർ ഉണ്ടാവും. And as we live like that, we get a new character. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിച്ച് ജീവിക്കും. ആത്മസ്വഭാവമുള്ളവരായി ആത്മാവിനുള്ളത് ചിന്തിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങും. The people of flesh, when they keep thinking about the fleshly things, those with the spirit would start thinking about the spiritual things. ഇത്രയും പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I hope you remember the 4 things that I told you. ഒന്ന്, നമുക്കൊരു പുതിയ പൊസിഷൻ കിട്ടി. Number 1, we are given a new position. Where we are now in Christ. So that position is that we are in Christ now. നമ്മൾ ഓൾഡ് സ്ഥാനം എന്ന് പറയുന്നത് wretched people ആയിട്ട് നശിച്ചുകൊണ്ടിരുന്ന സ്ഥാനമാണ്. Our old position was as a wretched person being destroyed by sin. ഇപ്പൊ ക്രിസ്തുവിലായവർക്ക് രണ്ടാമത് ഒരു പുതിയ പ്രമാണം കിട്ടി. ആ പ്രമാണത്തിന്റെ പേര് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നാണ്. Number 2, that we are given a new law. That law is called the law of life and spirit. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം മാറ്റിയിട്ടാണ് ഈ പുതിയ പ്രമാണം ദൈവം നമുക്ക് തന്നത്. And God has replaced the old law of sin and death in order to give us the new law of life. മൂന്നാമത്, ഈ പ്രമാണം പാലിക്കാൻ നമുക്ക് തന്നെ ശക്തിയില്ലാത്തത് കൊണ്ട് കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഒരു പുതിയ പവർ നമ്മുടെ മേൽ പകർന്നു. Number 3, because we cannot obey this law by our own strength, we are given a new power called the power of the Holy Spirit. നാലാമത്, ആ ശക്തിയാൽ ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായി നമ്മുടെ സ്വഭാവം ചേഞ്ച് ആവും. We will get a new character, the character of the Spirit. And number 4, as we are led and filled with that spirit and power, we will automatically get a new character. ഇത്രയും മനസ്സിലായെങ്കിൽ കരം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. If you understood it, please lift your hands and praise the Lord. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ പവറിനെ കുറിച്ചാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. And now we are going to think about this Holy Spirit. ഇന്ന് നമ്മൾ പാടിയ പാട്ടൊക്കെ ഇതിനകത്ത് വരും. And all the songs that we sang today will be along with this. ഈ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ 4 പ്രധാനപ്പെട്ട പദങ്ങളിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And I want to introduce you 4 terms from this chapter about Holy Spirit. നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം, അത് എടുത്തു പറയാം. ഒന്ന്, the spirit of sonship. Number 1 is a spirit of sonship. Spirit of sonship. Spirit of sonship. Jake. Second one, the spirit of lordship. Spirit of lordship. Spirit of lordship. Third one, the spirit of citizenship. Number 3, spirit of citizenship. Fourth one, the spirit of stewardship. The fourth one is the spirit of stewardship. ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞ, ഒന്ന്, Number 1, spirit of sonship. പുത്രത്വത്തിന്റെ ആത്മാവ്. പുത്രത്വത്തിന്റെ ആത്മാവ് or the spirit of sonship. 2, കർത്തൃത്വത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ the spirit of lordship. Number 2, spirit of lordship. 3, സിറ്റിസൺഷിപ്പിന്റെ അല്ലെ പൗരത്വത്തിന്റെ ആത്മാവ്. Number 3, the spirit of citizenship. 4, the spirit of stewardship അഥവാ കാര്യസ്ഥതയുടെ stewardshipന്റെ ആത്മാവ്. So the spirit of stewardship. മനസ്സിലായി കാണുമ്പോൾ നമ്മളത് ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രധാന തീമിലേക്ക് വരികയാണ്. So we will go through it fast and we'll come to the main theme. നമ്മൾ പാട്ട് പാടിയപ്പോൾ പറഞ്ഞല്ലോ, ഒരു പാട്ട് പാടിയല്ലോ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ആരല്ല, ഭയത്തിനടിമയല്ല, പിന്നെ ആരാ? I am a child of God. I am a child of God. Hallelujah. This is what we sang in the English song, that we are no longer a slave to fear, but I am a child of God. ഈ 8-ാം അധ്യായം എടുക്കുക. And if you would turn your Bibles to chapter 8. 15-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് 14 മുതൽ 16 താഴോട്ട് വായിക്കുമ്പോൾ, verses 14 onwards, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാവുന്നു. all who are being led by the Spirit of God, these are sons of God. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല,
നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. You have not received a spirit of slavery leading to fear again, but you have received a spirit of adoption as sons, by which you cry out, Abba, Father. നാം ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. The Spirit Himself testified with our spirit that we are children of God. സ്തോത്രം. അപ്പൊ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്, The Holy Spirit which is given to us, ദാസത്വത്തിന്റെ ആത്മാവല്ല, it is not a spirit of slavery, പുത്രത്വത്തിന്റെ ആത്മാവാണ്. it is a spirit of sonship. എത്ര പേർക്ക് ഉറപ്പുണ്ട് എനിക്ക് ആ പുത്രത്വത്തിന്റെ ആത്മാവ് എന്റെ മേൽ പകർന്നിരിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ കര ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചു. How many of you have the assurance that I am given the spirit of sonship in my life? അതുകൊണ്ട് ഭയത്തിന് അടിമപ്പെട്ട് ജീവിക്കാനല്ല ദൈവം തമ്പുരാൻ നമ്മെ So വിളിച്ചിരിക്കുന്നത്. God has not called us to be slaves to fear. ഒന്നും എന്നെ കീഴ്പ്പെടുത്തുകയില്ല, No, nothing will conquer me. ഒന്നും എന്നെ ഭയപ്പെടുത്തുകയില്ല. Nothing will make me afraid. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്നേ ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ എനിക്ക് ആകുലമൊന്നുമില്ല. എൻ്റെ കർത്താവ് സ്വർഗത്തിൽ തന്നെ സിംഹാസനത്തിലുണ്ട്. അതുകൊണ്ട് ഭാവി എനിക്കൊരാശങ്കയല്ല, ഒരാകുലമല്ല. എൻ്റെ മേൽ പകർന്നിരിക്കുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. ഞാൻ ദൈവ പൈതലാണ്. അതുകൊണ്ട് എൻ്റെ മേൽ പകർന്നിരിക്കുന്ന സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സ്പിരിറ്റ്, ദ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പാണ്. Because our God lives, I am not afraid about my tomorrow, because I am given not the spirit of fear or slavery, but the spirit of sonship. ഞാൻ ഒരിക്കൽ മണക്കാല ചർച്ചിൽ ദൈവവചനം സംസാരിക്കുവാനായിട്ട് പോയി. One day I went to Manakala church to preach the word. അവിടെ ദൈവവചനം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു സമ്മാനം കിട്ടുന്നത്. So like after I finished preaching there, ഒരു ദൈവദാസൻ, ഒരു അപ്പച്ചൻ ഓടി വന്ന് എനിക്കൊരു ചുംബനം തന്നു ഇവിടെ. an appachan came running and kissed me on my cheek. പൈസയൊക്കെ പലരും തന്നിട്ടുണ്ട്, ഷെയ്ക്കാനും തന്നിട്ടുണ്ട്, പക്ഷേ ഇത് തന്നത് ആദ്യമായിട്ടാണ്. So many people have given me money and shake the hands with me, but this kind of gift was for the first time. എന്നോട് പറഞ്ഞു ഇന്ന് രാത്രി എന്നോട് ദൈവം സംസാരിച്ചു And told me that tonight God's Spirit talked to me. ഞാൻ ഭയത്തിന് അടിമപ്പെട്ട് കഴിയുകയായിരുന്നു. No, I was being a slave to fear. ഒറ്റയ്ക്കാണ് ഞാൻ കഴിയുന്നത്. And I live alone. പ്രഷറും ഉണ്ട്, ഷുഗറും ഉണ്ട്. And I have high blood pressure and high sugar. ഇപ്പൊ രാത്രിയിൽ ഈ കഥകൊക്കെ പൂട്ടിക്കിടക്കുമ്പോൾ ദൈവമേ ഞാൻ എന്തെങ്കിലും അറ്റാക്ക് വന്ന് മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാന്നുള്ളൊരു ഭയം എന്നെ അറിയാതെ ഇങ്ങനെ അങ്ങ് ഭരിച്ചിരുന്നു. So at night when I close the doors, lock the doors and sleep, there was a fear in my heart. What would happen if I die of heart attack or something? ഞാൻ എബ്രായ ലേഖനം ആസ്പദമാക്കിയാണ് അന്ന് രാത്രി അവിടെ പ്രസംഗിച്ചത്. That night I preached based on the book of Hebrews. തന്റെ മരണത്താൽ മരണത്തിന് ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരെ വിടുവിച്ചു എന്നുള്ള വചനം ആസ്പദമാക്കിയാണ് അന്ന് രാത്രി അവിടെ പ്രസംഗിച്ചത്. So that night I preached about based on the verse that because of his death he set free those who were the slaves to death. ഇന്ന് രാത്രി സാത്താൻ നിങ്ങളെ ഭയപ്പെടുത്താൻ നോക്കുമ്പോൾ, Tonight when Satan tries to make you afraid, നാളുകളുടെ പേടിപ്പിക്കുന്ന ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന് ഞെരുക്കുവാൻ ശ്രമിക്കുമ്പോൾ, when Satan tries to crush you with the fears about tomorrow, ഇന്ന് രാത്രി പറ ഞാൻ അവന്റെ കരത്തിൽ ഇരിക്കാൻ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യാൻ. Can we proclaim tonight that because I am in his hands no one can injure me. ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം ഉന്നതനറിഞ്ഞാണ്. Whatever happens to my life today, it is by his knowledge only. ഇന്ന് രാത്രി അത്ര ഒരു ഉറപ്പുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറ, പേടിപ്പെടുത്തുന്ന സാത്താന്റെ ശക്തികൾക്കെതിരെ ഞങ്ങൾ ആത്മാവിൽ ഇന്ന് രാത്രി യുദ്ധം ചെയ്യുകയാ. With that assurance, let us say that whatever is trying to make us afraid tonight, we fight those battles in the name of Jesus.
Jesus. ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിലാണ് നമ്മൾ. No, we are in His hands tonight. ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല നമ്മുടെ മേൽ പകർന്നത്. We have not received the spirit of slavery. നിർഭാഗ്യവശാൽ പല പ്രവാചകന്മാരും, എല്ലാ പ്രവാചകനുമല്ല, ചില പ്രവാചകന്മാരെങ്കിലും വിശ്വാസികളെ ഭയത്തിന് അടിമകളാക്കി നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Unfortunately, at least some of the prophets would keep the believers under fear. ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കതകെല്ലാം അടച്ചിട്ടിരിക്കുക, ജനലെല്ലാം അടച്ചിട്ടിരിക്കുക. So one day when I went to visit a house, that house is all locked up, even the windows and everything. സ്വന്തം അനുജനാണ് തൊട്ടടുത്ത് താമസിക്കുന്ന, അവിടെ എല്ലാവരും അങ്ങ് അടച്ചിട്ടിരിക്കുക. So only his own brother is staying in the neighborhood, but everything is locked up. അവരെന്നോട് പറഞ്ഞു, അവരെ അവിടുന്ന് ഇതുകൊണ്ടിടുന്നുണ്ട്, അവർ ഇതുകൊണ്ടിടുന്നുണ്ട്. ആര് പറഞ്ഞു? അത് ഇന്ന ദൈവദാസൻ ഇവിടെ വന്ന് ആത്മാവെന്ന് പറഞ്ഞ് ആരാധിച്ചപ്പോൾ ദൂത് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ അവരെ സഹായിച്ചിട്ട് പറഞ്ഞു, ജനലെല്ലാം ഞാൻ തന്നെ തുറന്നിട്ട് പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ പാസ്റ്റർ ഞാനാ. ഒരു അന്ധകാര ശക്തിയും അത് പൊടിയിടുമ്പോൾ തകരുന്നതല്ല, ആരാധന ഉയരുന്നവരുടെ വീട്ടിലെ സ്വാതന്ത്ര്യം. അതുകൊണ്ട് ഇന്ന് രാത്രി ഭയത്തിന് അടിമപ്പെടുത്തുവാൻ ലോകം ശ്രമിക്കുമ്പോൾ സ്വാതന്ത്ര്യം നൽകിയ ചെയിൻ പൊട്ടിച്ച ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. Hallelujah. I told them that when they were afraid that others are doing some kind of black magic or something, I told them that you are set free by the blood of Jesus Christ and nothing can harm you, and I prayed for them. ഇവിടെ പിന്നെ അങ്ങനെയുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്തോത്രം. I praise God that there is no such problems here. വേണേ എന്ന് പറയും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അപകടം വരുന്നു എന്നൊക്കെ വേണേ പറയും. ചിലപ്പോൾ ചിലതൊക്കെ ശരിയായിരിക്കാം. എങ്കിലും ഭയം, പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ ഭയം നമ്മെ ഗ്രസിക്കില്ല. So maybe some of them might be true, but you are not called to live under the slavery of fear. രണ്ടാമത് ആത്മാവ് ചെയ്യുന്നത് കർത്തൃത്വം നടത്തുക. Number 2, the spirit of lordship that He rules over. 12-13 വാക്യം വായിക്കുമ്പോൾ, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടത് ജഡത്തിനല്ല കടക്കാരാകുന്നത്. So we read in verse 12 that we are not under obligation, not to the flesh, to live according to the flesh. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. If you are living according to the flesh, you must die, but if by the spirit you are putting to death the deeds of the body, you will live. അപ്പോൾ ആത്മാവ് നമ്മെ നടത്തും. And the spirit will lead us. ചിലപ്പോൾ ആത്മാവ് ചിലത് സമ്മതിക്കുകയില്ല. Sometimes the spirit will stop us from doing something. ചിലപ്പോൾ ആത്മാവ് നമ്മെ നിർബന്ധിക്കും. And sometimes the spirit will compel us. ഒരു ദിവസം പൗലോസ്ലീഹ ബിഥുനയ്ക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചു, പരിശുദ്ധാത്മാവ് സമ്മതിച്ചില്ല. Once Apostle Paul wanted to go to Bithynia, but Holy Spirit warned him against it. ആസിക്ക് പോകാൻ തുനിഞ്ഞു, പരിശുദ്ധാത്മാവ് അവനെ വിലക്കി. And Holy Spirit also stopped him from going to Asia once. പക്ഷേ അവൻ ദൈവസന്നിധി മുഴങ്ങാലും അടക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് മാസിഡോണിയൻ കോൾ അദ്ദേഹത്തിന് കിട്ടുന്നത്. But when he was waiting in the presence of the Lord is when he received the Macedonian call. ഇന്ന് രാത്രി ഞാൻ ദൈവസന്നിധി വന്നിരിക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, ആത്മാവ് നമ്മെ നടത്താറുണ്ടോ? Now let me ask you, are you ever led by the Holy Spirit in that way? ചില വഴിയിൽ നിന്ന് നമ്മെ വിലക്കാറുണ്ടോ? Are you ever blocked from certain ways by the Holy Spirit? ചിലത് ചെയ്യരുതെന്ന് നമ്മളെ സമ്മതിപ്പിക്കാതെ വണ്ണം നമുക്ക് തടയിടാറുണ്ടോ? And is there any time that Holy Spirit tells us that not to do certain things? ആത്മാവ് നമ്മെ നടത്താൻ തുടങ്ങിയാൽ അത് ജീവങ്കലിലേക്ക്, സമാധാനത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് നമ്മെ നടത്തും. When the Spirit starts leading us, it will be to abundance and to life and to prosperity. അവിടെ കൂരിലിന്റെ താഴ്വര ഇല്ലെന്നല്ല. It is not that there is no valley of shadow of death in that way. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. But the specialty is that the Lord's hands will be with us. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. The Lord will be with us. അവിടുത്തെ സാന്നിധ്യം നമ്മെ ധൈര്യപ്പെടുത്തും. And His presence will strengthen us. അപ്പോൾ ആത്മാവിന്റെ നടത്തിപ്പ് and the presence of the guidance of the Holy Spirit. കർത്തൃത്വം നമ്മുടെ ബുദ്ധിയല്ല, അത് നമ്മൾ ആഴമായി പഠിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഞാനിവിടെ സമയത്തിന്റെ പരിമിതി നിമിത്തം ഞാനിവിടെ പറഞ്ഞു നിർത്തുകയാണ്. And it is some deep subject, but because of the lack of time, let me conclude. കൊരിന്ത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ shorten it. കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ 3 കൂട്ടരെ നമുക്ക് കാണാൻ. ന്യൂമാറ്റിക്കോസ് ഉണ്ട്, സാർക്കിക്കോസ് ഉണ്ട്, സൈക്കിക്കോസ് ഉണ്ട്, ജഡീകരുണ്ട്, പ്രാകൃതരുണ്ട്, ആത്മികരുണ്ട്. In the book of Corinthians we see 3 groups: pneumaticoses, psychikosis and
Sarkikosis. അപ്പോൾ അവിടെ പോട്ടെ, അതൊന്നും പറഞ്ഞ് നാക്കുളുക്കണ്ട, അത് അവിടെ പോട്ടെ. അത് ഇവിടെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് അങ്ങ് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണ്ട. ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്ന് നമ്മൾ പല പ്രാവശ്യം വായിക്കും. In the book of Galatians we read that, like obey the Spirit, follow the guidance of the Spirit. അപ്പോൾ നമ്മുടെ കർത്തൃത്വം ആരുടെയാണ്? സ്പിരിറ്റിൻ്റെ, ദൈവത്തിൻ്റെതാണ്, കർത്താവിൻ്റെതാണ്, നമ്മളെ ഭരിക്കുന്ന ആത്മാവ്. So the matter is that the lordship of a child of God should be of the Holy Spirit. മൂന്നാമത് പൗരത്വത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. The third one is the spirit of the citizenship. അതെ, 18-ാം വാക്യം നമ്മൾ വായിക്കുന്നു. In verse 18 we read, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നമ്മൾ എണ്ണുന്നു. Now if we consider the glory to be revealed in us, we consider the sufferings of this time like nothing. അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടെങ്കിലും ആ കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് മറ്റൊരു കാര്യമുണ്ട്, ഞാൻ ഇവിടുത്തുകാരനല്ല, എനിക്കൊരു നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു. So when sufferings come in our life, something that we remind of is that I don't belong here, I have a different home being prepared. ഇനി 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. If the spirit of him who raised Jesus from the dead dwells in you, he who raised Christ Jesus from the dead will also give life to your mortal bodies through his spirit who dwells in you. അപ്പോൾ ഈ ആത്മാവ് നമ്മൾ വസിക്കുന്നിടത്തോളം എപ്പോഴും നമുക്കൊരു ചിന്ത വരും, ഞാൻ ഇവിടുത്തുകാരനല്ല, അവിടുത്തുകാരനാണ്. ഇവിടെ സിറ്റിസൺഷിപ്പ് ഉണ്ട്, പക്ഷേ എൻ്റെ നിത്യ സിറ്റിസൺഷിപ്പ് അവിടെയാണ്. ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തൽ ഈ ആത്മാവ് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. So even though we live in this world and we have citizenship in this world, if you are a person who has the dwelling of the Spirit in you, you will always be reminded that my citizenship is not here, I have an eternal place being prepared for me. ഇവിടെ ഒരു താൽക്കാലിക ജീവിതമേ ഉള്ളൂ, നിത്യ ജീവിതം എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നൊരു ചിന്ത വരും. And you will always be reminded of the fact that my life here is temporary, I have an eternal life waiting for me. ലോകക്കാർ പറയും നമുക്ക് എത്ര ജീവിതം ഉള്ളത്, ഭൂമിയിലുള്ള ജീവിതമേ ഉള്ളൂ, അവിടെ ഉള്ളത് മറിച്ച് അതിന് അങ്ങേപ്പുറത്തുള്ളതൊന്നും നമുക്കറിയത്തില്ല. സോ എൻജോയ് യുവർ ലൈഫ് എന്ന് ലോകം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, ഇവിടെ ഒരു ജീവിതമുണ്ട്, നീ എന്നോട് ചേർന്ന് സന്തോഷിച്ചോളൂ, എൻ്റെ സന്നിധി സന്തോഷിച്ചോളൂ, എന്ന നിത്യമായ ഒരു രാജ്യം ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. So when the world tells us that we enjoy your life here because we have only one life here, but the Spirit will remind you that there is a life waiting for you with me. ഞാൻ ഇത്രയും പറഞ്ഞ ഈ ഭാഗം അവസാനിപ്പിച്ചിട്ട് ഏറ്റവും അവസാനത്തെ പോർഷനിലേക്ക് നമ്മൾ പോവുകയാണ്. And telling this and like finishing that topic there, let me go to the last point. പരിശുദ്ധാത്മാവിനെ കുറിച്ച് 4 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഓർമ്മയുള്ളവരെ ഒന്ന് പറയാമോ കുഞ്ഞുങ്ങൾ? So do you remember, children, what are the 4 points that we told about the Holy Spirit? Faith, spirit of sonship, Number 1, spirit of sonship. then spirit of lordship, Number 2, spirit of lordship. then spirit Children, of say it loud. citizenship. Spirit of citizenship. Fourth one, the spirit of stewardship, അഥവാ Spirit of stewardship. കാര്യസ്ഥതയുടെ ആത്മാവ്. And it is the spirit of stewardship, the last one. stewardship അവിടെയൊക്കെ നമ്മൾ വരികയാണ്. And we are coming to the 4th point, the spirit of stewardship. ഇനി 26-ാമത്തെ വാക്യം, will you please show that verse 26. Verse 26, chapter 8, verse 26. ഔവണ്ണം തന്നെ. In the same way. സെയിം വേ എന്ന് പറഞ്ഞാൽ ആത്മാവ് കർത്തൃത്വം നടത്തുന്ന പോലെ, Just like the Spirit is doing the Lordship, ആത്മാവ് പുത്രത്വത്തെ കുറിച്ച് ഓർമ്മ തരുന്നത് പോലെ, just like the Spirit reminds us about the sonship, ആത്മാവ് ഈ മണ്ണിൽ നമ്മൾ മരിച്ചാലും നമ്മുടെ ശരീരം ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പോകും എന്ന് ഉറപ്പ് തരുന്നത് പോലെ, just like the Spirit reminds us that we don't belong here but to an eternal home, ആത്മാവ് ഔവണ്ണം തന്നെ ചെയ്യുന്ന 4-ാമത്തെ കാര്യമാണ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. in the same way the Spirit helps our infirmities.
നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. The Spirit helps our weakness. ഓ, എൻ്റെ ബലഹീനത കർത്താവ് അറിയുന്നുണ്ടല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്ന ലോകം കാണാം. എന്നാൽ ബലഹീനത എന്ന് പറയുന്നത് ആ ബലഹീനതയല്ല. ഇവിടെ പറയുന്ന ബലഹീനത വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ എന്ന് നാം അറിയുന്നില്ല. So when we say weakness, it's not about doing any sin or anything like that. It is the fact that we do not know how to pray as we should. അറിയുന്നില്ല എന്നാണ് 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്തോ അറിയുന്നില്ല, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല. Verse 26 tells us that we do not know how to pray as we should. പക്ഷേ 28-ാമത്തെ വാക്യത്തിൽ പറയുക, അവൻ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നു നാം അറിയുന്നു. But in verse 28 we see that we know that God causes all things to work together for good. നമുക്ക് എന്തറിയത്തില്ല? വേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. What we don't know is how to pray as we should. പാസ്റ്ററേ, ഈ ആൽബനി വന്നിട്ട് ഇത് പ്രസംഗിക്കരുത് കേട്ടോ. കാരണം എന്നാണെന്നറിയാവോ, ഞങ്ങൾക്ക് 7 മണിക്ക് രാവിലെ മോർണിംഗ് ലൈൻ പ്രെയർ ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും ഞങ്ങളുടെ പാസ്റ്ററാണെങ്കിൽ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ വഴക്ക് പറയും. ഞങ്ങൾക്ക് പ്രാർത്ഥന നല്ലപോലെ ഉണ്ട്. ഇന്ന് ഭാവിച്ചാൻ പ്രാർത്ഥിച്ചത് കേട്ടില്ലേ? വളരെ ഭംഗിയോടെ, അടുക്കോടെ, ചിട്ടയോടെ. ഞങ്ങൾക്കാണോ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ബൈബിള് പറയുന്നു പ്രാർത്ഥിക്കാൻ അറിയാം, പക്ഷെ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല. No, you might think that we have all these prayer meetings, prayer lines, and like we know how to pray very orderly and everything, but the Bible tells us that we do not know how to pray as we should. നമ്മളിന്ന് രാത്രി ബ്ലസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചു. Tonight we prayed for blessing, brother. പാസ്റ്റർ ഇവിടെ വരുന്നതിന് മുമ്പ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവിടുന്ന് കിട്ടിയ ഇൻഫോർമേഷനാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. And pastor had communication with them, and he shared the information that he had about it. പക്ഷെ അറ്റ് പ്രസന്റ് എന്ത് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളത് അദ്ദേഹത്തിനും അറിയത്തില്ല, ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ഉള്ള ഒറ്റ കുഞ്ഞിനെ അറിയത്തില്ല. So but we don't know what is the current situation that he is going through. None of us know. പക്ഷെ അറിയാവുന്ന ഒരുവനുണ്ട്, ഉയരത്തിലുണ്ട്. പരിശുദ്ധാത്മാവിന് കൃത്യമായിട്ട് അറിയാം. But there is one sitting above who knows very clearly, crystal clear, what is happening there. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 139 എഴുതിയിരിക്കുന്നത്, നിന്റെ ആത്മാവിനെ ഒളിച്ചു ഞാൻ എവിടെ പോകും. 39:1 എഴുതിയിരിക്കുന്നു, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേക്കുന്നതും നീ അറിയുന്നു. No, that is why in Psalms 139, Psalmist says that, Lord, you know, you search me and you have known me, and where would I hide from your spirit? നിന്നെ വിട്ടു ഞാൻ എവിടേക്ക് പോകും, തിരുസന്നിധി വിട്ടു ഞാൻ എവിടെ ഒളിക്കും. യഹോവേ നീ എന്നെ ശോധന ചെയ്തു, ഇനിപ്പും നിൽപ്പും നീ അറിയുന്നു. ശ്രദ്ധ കിട്ടാൻ പാടിയെന്നുള്ളതുള്ളൂ. ഞാൻ പാട്ടുകാരനൊന്നുമല്ല. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും പാടും. ദൈവം എനിക്ക് മാത്രം ആ കൃപ തന്നില്ല. പക്ഷേ എല്ലായ്പ്പോഴും പാടാനുള്ള അവസരമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. പക്ഷേ പാടാൻ അവസരമില്ലാത്ത പെങ്ങന്മാർക്കെല്ലാം നല്ലവണ്ണം പാടാൻ സ്വരവും ദൈവം കൊടുത്തു. In my family, all my sisters, they sing very well. I am the only one who doesn't sing, but I get an opportunity to sing all the time. ആത്മാവിന് അറിയാം at present stage. So what I wanted to tell you is that Holy Spirit knows what is happening with anything at that current time. നമ്മുടെ ബലഹീനത ഇപ്പോൾ ഉള്ള സ്ഥിതി അറിയത്തില്ലെങ്കിലും, പരിശുദ്ധാത്മാവിന് വേണ്ടും പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും ആത്മാവിന് അറിയാം. So even though we don't know how to pray as we should, the Spirit knows exactly how to pray. ആ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. And that Spirit, helps in our weaknesses. How many of you experience, I don't know, ചില സമയത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ഓർക്കാത്ത ചിലരുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും, അവരുടെ പേര് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക പ്രേരണ കിട്ടിയിട്ടുള്ള എത്ര പേരുണ്ട്? Amen. I don't know if you have experienced it. When we pray, sometimes some unfamiliar faces or some faces, random faces comes to our mind that we will have a burden to pray for them. If you have experienced അങ്ങനെ it, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ കരമൊന്ന് ഉയർത്തിക്കേ. have any of you experienced that?
നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നോ? And were you prepared to pray for them? പക്ഷേ നമ്മൾ പ്രാർത്ഥന പായിലിരുന്നപ്പോൾ ദൈവാത്മാവ് പെട്ടെന്ന് അവരുടെ പേര് മുഖം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിച്ചില്ലേ? But when you were sitting for prayer, Spirit brought their mind into your face. പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക പ്രേരണ കൊടുത്തില്ലേ? That special, like inspiration to pray for them. പിന്നീട് നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയുന്നത്, അയ്യോ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി കൂടെ പോവുകയായിരുന്നു. But later on is when you talk to them, they say we were going to such a troublesome situation. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞെ, ബുദ്ധിയിലുള്ള പ്രാർത്ഥന മാറ്റിവെച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ ഞാൻ ചെയ്യുവാൻ കഴിവുള്ളവനാണ്. No, tonight God's Holy Spirit is telling us, let us stop praying in our intellect, but let us start praying in the Spirit. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ദൈവസഭ ഈ ദിവസങ്ങളിൽ തയ്യാറാണ്. Let us be ready to pray in the Spirit nowadays. ആത്മാവിൽ യുദ്ധം ചെയ്യുവാൻ ദൈവസഭ തയ്യാറാണ്. Let us be ready to fight our battles in the നമ്മുടെ Spirit. പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. No, the weapons of our fight is not just fleshly ones. കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള പരിശുദ്ധാത്മാവിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായാൽ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. And these are the weapons that are able to bring down every strongholds, and the Spirit will fight for us. ഇന്നേക്ക് 36 വർഷങ്ങൾക്ക് മുമ്പ് 1988 ഞാൻ തിരുവല്ല ശാരോം ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം 38-39 കൊല്ലങ്ങൾക്ക് മുമ്പ് In 1988, as I was a student in Tiruvalla Sharon Fellowship Church. തിരുവല്ലയ്ക്ക് അടുത്ത് മേൽപ്പാടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ സെൻട്രൽ കൺവെൻഷൻ നടക്കുകയാണ്. So there was a center convention going on in a place called Melpadam in Tiruvalla. ശാരോൻ തോമാച്ചാനാണ് അവിടെ പ്രസംഗിക്കുന്നത്. So Pastor Sharon Thomachen is the speaker there. അദ്ദേഹം അവിടെ പ്രസംഗിക്കാൻ എടുത്ത വിഷയം വിക്കി പറയുന്ന അതരങ്ങളാലും അന്യഭാഷകളാലും ജനത്തോട് സംസാരിച്ചെന്നുള്ളതായിരുന്നു കുറിവാക്യം. So the verse that he was preaching in that convention is that I will speak to them in the uttering words. അദ്ദേഹം പ്രസംഗിച്ചതൊന്നും ഞാൻ ഓർക്കുന്നില്ലെങ്കിലും പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. And even though I don't remember the full message, but I remember one thing that he said. അവിടെ അദ്ദേഹം അമേരിക്കയിലെ ഒരു മാസിക ഇങ്ങനെ പൊക്കി കാണിച്ചു. He showed a magazine from the US there. അതൊരു പത്രം പോലുള്ള ഒരു മാസികയാണ്, പക്ഷെ അത്രയും വലിപ്പമൊന്നുമില്ല. അതിങ്ങനെ പൊക്കി കാണിച്ചിട്ട് അത് ഞാനിങ്ങനെ കുഞ്ഞുങ്ങളിരിക്കുന്ന മുൻപിലായിരിക്കുന്നത് അതിന്റെ പടമൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇത് സംഭവിച്ച ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞു. So it's like a newsletter kind of magazine, and I was sitting in the front row, and he said this is something that had happened there. അദ്ദേഹം പറഞ്ഞു, അമേരിക്കയിൽ ഒരു സഭയിൽ നടന്ന ഒരു സംഭവം. Now this is something happened in a church in the US. അവിടെ ഒരു പുതിയ പാസ്റ്റർ ചാർജ് എടുത്തു, പക്ഷേ ആ സഭ വളരെ മന്ദതയുള്ള ഒരു ചർച്ചായിരുന്നു. So even though a new pastor took charge of the church was very diminished or growing slow kind of. അദ്ദേഹം ചില ദിവസം ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചു. And the pastor had declared fasting prayer. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 ചെറുപ്പക്കാരെ വൈകിട്ട് മറ്റെവിടെയോ പോകാനായിട്ട് അവിടെ വന്നു. And 3 young men came one night to go somewhere. They were on the way to somewhere else. അവർക്ക് നൈറ്റിലായിരുന്നു വർക്ക്, അതുകൊണ്ട് ഈവനിങ് ടൈം ആ ചർച്ചിൽ കയറി വന്നു. And because they worked at the night shift, so in the evening they came for prayer. മറ്റു 1-2 പേര് മാത്രമേ അല്ലാതുള്ളൂ അവിടെ. And only 1 or 2 people are the other ones there. പാസ്റ്റർ ഇങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. And as the pastor was praying in the spirit, കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അന്യഭാഷകളൊക്കെ പറഞ്ഞു. and he started speaking tongues. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചു പറയാൻ തുടങ്ങി, ദൈവമേ രക്ഷിക്കണമേ, യോ ആ കപ്പൽ രക്ഷിക്കണമേ, ആ 300 പേരെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വലിയവായി പറയാനായി തുടങ്ങി. So as he was praying in the spirit, he started praying for Lord, save that ship and save that 300 men. Such random things he started praying for. ആ ചർച്ചിൽ നിന്ന് 300 മൈൽ അകലെയാണ്, അല്ലെ 300 കിലോമീറ്റർ അകലെയാണ് കടലുള്ളത്. So it is about 300 kilometers far where the nearest sea from that church. അദ്ദേഹം ഈ ബോക്സ് കാണുന്ന പോലെ തേടുതേ കർത്താവേ, ആ കപ്പൽ താണു പോകുന്നേ, ആ 300 പേരെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് കാണുന്നത് പോലെ വിളിച്ചു പറയുക. So but this pastor was praying in spirit, as if he is seeing the ship sinking in the sea. ഹിന്ദി പറയുന്ന പോലെ അപ്പന ഹമാരാ പാസ്റ്റർ അച്ഛാ ദാ അഭി പാഗൽ ഹോ ഗയാ എന്ന് പറയുന്നത് പോലെ നല്ല പാസ്റ്റർ ആയിരുന്നു, ഇപ്പം ആയി എന്ന് പറയുന്നത് പോലെ ഇവരെല്ലാം കൂടെ ചിരിച്ചിട്ട് അങ്ങ് പോയി. So people thought our pastor was a good pastor until now he is insane, and they all laughed at him, and the meeting was dispersed. അവർ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കുറെ കഴിഞ്ഞപ്പോൾ And next day morning they woke up. അതിലൊരു ചെറുപ്പക്കാരൻ പോയി പത്രം എടുത്തു.
And one of the young men from there, he took the newspaper. ആ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ എന്തോ താൻ മുന്നേ കേട്ടതുപോലെ കണ്ടതുപോലെ ഒരു കപ്പൽ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. So he was looking at the news and it seemed like something he has heard somewhere, as the news is like a ship is sinking. പെട്ടെന്ന് തലേ രാത്രിയിൽ പാസ്റ്ററുടെ പ്രാർത്ഥന ഓർമ്മ വന്നു. And all of a sudden the prayer of the pastor from last night came to his mind. അദ്ദേഹം നോക്കി സമയം, അവര് പാസ്റ്റർ പ്രാർത്ഥിച്ച അതേ സമയം. He read the news and exact time where the pastor was praying. അദ്ദേഹം താഴോട്ട് വായിച്ചു 300 പേര്. And he continued to read 300 men. ഇവരുടെ ഈ സന്ദേശം എത്തിയിട്ട് ബോട്ടുകളിൽ വന്ന് 300 പേരെ രക്ഷിക്കുന്ന പടമാണ് ആ പേജിലുള്ളത്. So in the page, the photo was that all the 300 men were saved in the boats. അവര് കൂട്ടുകാരെ വിളിച്ചു, എടാ മോനെ റജിമോനെ നീ അറിഞ്ഞോടാന്ന് ചോദിച്ചു. And he called his friends and said, Rajimone, did you know about this? റജിമോൻ ഡാനിയെ വിളിച്ചു ചോദിച്ചു, ഡാനി നീ അറിഞ്ഞോന്ന് ചോദിച്ചു. And the Rajimon called Danny and said, Danny, did you hear the ഈ news? പേരൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാ കേട്ടോ. So names are just like made up names. അപ്പൊ ഇവരെല്ലാം കൂടെ പത്രം വായിച്ചു. പിറ്റേ രാത്രിയിൽ സഭ നിറച്ച ആൾക്കാര്. So because these young men read the news, next evening the church is full of people. അവിടെ നോട്ടീസ് അടിച്ചില്ല. Here the pastor didn't have to spread a notice. വിശ്വാസികളുടെ വീട്ടിൽ പോയി അച്ഛാ വന്നില്ലെങ്കിൽ കാല് ദൈവം തമ്പുരാൻ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞില്ല. Pastor didn't have to go to any member's house to threaten them. ഉള്ളിൽ ഭാരം ഏറ്റെടുത്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. The pastor started praying with the burden in his ആ heart. പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധാത്മാവ് തുണ നിന്നു. And the Spirit helped his weakness. അവിടെ ഒരു അത്ഭുതം ദൈവം തമ്പുരാൻ ചെയ്തു. God did a miracle in that prayer. ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ If you are ready to pray in the Spirit, അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. and the shut doors will be ഇതുവരെ open, കാണാത്ത അത്ഭുതങ്ങൾ നടക്കും. and miracles will happen within രോഗികൾ us, പെട്ടെന്ന് സൗഖ്യമാകും. and the sick will be healed in the name of ഒരുപക്ഷേ Jesus. ക്ഷണത്തിൽ നടന്നില്ലെന്ന് വരാം, പെട്ടെന്ന് സംഭവിച്ചില്ലെന്ന് വരാം. Maybe it doesn't happen all of a ഇന്ന് sudden. രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എത്ര പേര് Hallelujah. ഏൽപ്പിച്ചു But will കൊടുക്കും? you be ready to pray in the Spirit tonight? പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിപ്പാൻ എത്ര പേര് ഏൽപ്പിച്ചു How many കൊടുക്കും? of you submit yourself to pray in the Spirit? ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം അറിയുകയാണ്. God is sending a question in your midst. ആരെനിക്ക് വേണ്ടി പോകുമെന്ന് പറയുന്ന പോലെ ഇത് വർഷങ്ങളിൽ ആത്മഭാരത്തോട് പ്രാർത്ഥിക്കാൻ എത്ര പേര് എഴുന്നേക്കുമെന്ന്. As there is a question, who will go for me, in the same way God is asking, who is ready to pray in the Spirit in these days? നമുക്ക് പറയാം, കർത്താവേ ഞാനിതാ. Now can you submit your life and say that, God, here I ഇങ്ങനെ am? പറഞ്ഞാൽ നമുക്ക് ഈ വിഷയം തീർക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഞാൻ പോകട്ടെ. If I cannot conclude if I continue like this. എങ്ങനെ ആത്മാവ് തുണ നിൽക്കുന്നെന്ന് അറിയാമോ? Now, do you know how the Spirit helps our ആത്മാവ് weaknesses? ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. So the Spirit searches the hearts and knows what the mind of the Spirit is, because he intercedes for the saints according to the will of God. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കം. So he will intercede for us with moanings. എന്ന് പറഞ്ഞാൽ അത് അന്യഭാഷയാകണമെന്നില്ല. It doesn't have to be speaking in tongues. അന്യഭാഷയാകാനും സാധ്യതയുണ്ട്. It could be the speaking in tongues. എന്ന് പറഞ്ഞാൽ ഞരക്കം അഥവാ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കം, ഉച്ചാരണമുള്ളതാണ് ആത്മാവിൻ്റെ ഭാഷ. ഒന്നീ സ്വർഗീയ ഭാഷയായിരിക്കും, അല്ലെ മനുഷ്യരുടെ ഭാഷയായിരിക്കും. ഭൂതന്മാരുടെയും മനുഷ്യൻ്റെയും ഭാഷയിൽ അതിനെല്ലാം ഉച്ചാരണം ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ അതിനേക്കാൾ ഉപരി ചില ഭാര വിഷയങ്ങളൊക്കെ അങ്ങോട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ തൊണ്ടയ്ക്ക് ശബ്ദം അങ്ങ് ഉടക്കി നിന്നിട്ട് ദൈവമേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? Is there anyone who started praying for certain matters, and when the sound is almost here in your throat, you cannot say that word, but you just sigh it out or groan it out? അതിന് പാസ്റ്ററെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വലിയ പ്രതിസന്ധി ഒന്നും വന്നിട്ടില്ല. And you might tell me that we had never gone through such problems in our lives. പിന്നെങ്ങനെ ഈ ഞരക്ക ഉള്ളിൽ നിന്ന് വരുന്നത്? If you have not gone through any problems, how can you groan? എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. But in my life I have. ഞാൻ ഒരു സഭയിൽ പാസ്റ്ററായിട്ടിരിക്കുമ്പോൾ അവിടെ ഒരു കല്ലറ പ്രശ്നം വന്നു. So when I was pastoring a church, there was a cemetery problems. നമ്മൾ അതിനകത്ത് നിസ്സഹായനാണ്. അവിടെ 4 സെന്റേ ഉള്ളൂ. ഒരു കൂട്ടം ആൾക്കാർക്ക് കല്ലറ വേണം, മറ്റൊരു ആൾക്കാർക്ക് കല്ലറ കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 2 ഗ്രൂപ്പായി.
So it's only 4 cents land, and one group wanted the tomb there, and one group cannot give it. രണ്ട് കൂട്ടരുടെയും ഭാഗത്ത് ന്യായങ്ങളുണ്ട്. So both of them had, their own reasonings. രണ്ട് കൂട്ടരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. Now both groups are dear to me. അവിടെ എനിക്കെന്തോ അധികാരം എടുക്കാനോ, ഞാൻ അതുകൊണ്ട് കേന്ദ്രക്കാരോട് പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ വന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞു. And I couldn't do much, so I told the higher ups and come and solve the problem. വൈകിട്ട് 6 മണിക്ക് പ്രശ്നം പരിഹരിക്കാൻ കൂടി 10:45 പ്രശ്നം തീർന്നില്ല. At 6 o'clock they came to solve the problem. 10:45 it's still not solved. ഞാനൊരു സൊല്യൂഷൻ കൊണ്ടുവന്നു. അവരത് അംഗീകരിക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങ് തളർച്ച വന്നിട്ട് ഞാൻ വലിയവായി നിലവിളിക്കാൻ തുടങ്ങി. So I tried to bring a solution, but they did not agree with it, and somehow I felt so sad and I started crying out so loud. എൻ്റെ കരച്ചിൽ കണ്ടോണ്ട് വിശ്വാസികളിൽ പറഞ്ഞു നമുക്ക് കൊടുത്തേക്കാം, കുഴപ്പമില്ല, കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു. And them seeing me crying that loud, they said that let us not worry, let us give up and give it to them. പക്ഷെ അവരെ 35 വീട്ടുകാർ ഒന്നിച്ച് പ്ലാൻ ചെയ്തു, വേറെ ഈ ചർച്ചിൽ ഇനിയും കൂടുന്നില്ല, ഇവന്മാരോടൊപ്പം ഇനി ആരാധിക്കുന്നില്ല, ഞങ്ങൾ വേറെ പോവാം. But 35 families decided that we are not going to worship along with them, we are going to a different church. വേറൊരു സഭയുമായിട്ട് ബന്ധപ്പെടാൻ അവർ ശ്രമിച്ചപ്പോൾ ഇതറിഞ്ഞ കേന്ദ്രത്തിൽ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ വേറെ അങ്ങ് കൂടിയാൽ മതി, അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞു. So because they were going to be part of another church, the central higher ups told them, don't to do that, just worship separate. ഇതിനകത്ത് ഇത്രയും പോലും എനിക്ക് പങ്കില്ലെന്നുള്ളത് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ നാളെ പറയും കോശിമൻ പാസ്റ്ററുടെ സമയത്ത് സഭ പൊട്ടിപ്പോയെന്ന് പറയും. So everyone knew very clearly that I had nothing to do with the issue, but tomorrow it will say that during my time the church split. എനിക്ക് വലിയ ഭാരം ഉണ്ടായി. I was so burdened. ശരീരം അങ്ങ് തീ പോലെ ചൂടുണ്ടാകാൻ തുടങ്ങി. My body started burning up like fire. ഉടുപ്പെല്ലാം ഊരിയിട്ടിട്ട് ഹോളിലെ ഫാൻ ഏറ്റവും ചർച്ചിനകത്തോട്ട് കയറിയിട്ട് ഏറ്റവും സ്പീഡിൽ ഫാൻ ഇട്ടിട്ട് അതിന്റെ കീഴെ ചുമ്മാ ഇങ്ങനെ കിടന്ന് ആകാശത്തേക്ക് നോക്കും. I would lay down without any shirt and I would look up to the skies. ആ നോട്ടം സ്വർഗ്ഗത്തിലേക്കാ. And that look was not to the ceiling but to the heavens. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും തോന്നുന്നില്ല, അങ്ങനെ അങ്ങ് മുട്ടങ്കാലം ഇരിക്കാനോ ഒന്നും തോന്നുന്നില്ല. ദൈവമേ എനിക്ക് ഈ ഗതി വന്നല്ലോ എന്നൊരു ചിന്തയില് ഇങ്ങനെ ഞരങ്ങുക. So I was not able to pray or anything like that, but my prayer was that Lord, such thing happened to me. 35 വീട്ടുകാരും 30 വീട്ടുകാരും അങ്ങനെ രണ്ടായിട്ട് വിഭജിക്കാൻ പോവാം. So now the church is going to split between 35 and 30. ഹൃദയം തകരാൻ തുടങ്ങി. My heart started disheartening. പക്ഷെ നിങ്ങൾക്ക് അറിയണോ എന്തു സംഭവിച്ചെന്ന്? Do you want to know what happened? ഇവരെ എൻ്റെ അടുത്ത് വന്ന് രണ്ട് കൂട്ടരും പറഞ്ഞു ഞങ്ങളോടൊപ്പം കൂടണമെന്ന്. And both the teams came and told me, Pastor, be on our side. ഞാനൊന്നും ഒരു കൂട്ടരോട് മറുപടി പറഞ്ഞുവെങ്കിലും ഞാനൊന്നും പറയാതെ ഇങ്ങനെ ഞരങ്ങി പ്രാർത്ഥിക്കുക. So without talking much to them, I was groaning in my heart. പിറ്റേ ഞായറാഴ്ച ഞാൻ വിളിക്കാതെ തന്നെ എല്ലാവരും ചർച്ചിനകത്ത് വന്നു. Without me calling anyone, they all came to church next Sunday. ഞാൻ ഹൃദയ തകർച്ചയോട് ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുകയാണ്. And with such burden in my heart, I have completed the ministry. സാക്ഷിക്ക് അവസരം കൊടുത്തപ്പോൾ ഒരു വശത്തുനിന്ന് ഓരോരുത്തർ എഴുന്നേക്കാൻ തുടങ്ങി. As I gave time for testimony, people started rising from one side. അവിടെയുള്ള എല്ലാവരും എഴുന്നേറ്റ് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. Everyone stood up and said, please forgive me. ഞാൻ അങ്ങനെ ഒന്നും പ്രാർത്ഥിച്ചില്ല. I did not pray that they would ask for forgiveness. പക്ഷേ ഹൃദയത്തിന്റെ തകർച്ച അറിയുന്ന ദൈവം, but a God who knows, the inner burdens of our hearts. എനിക്ക് വേണ്ടി അവിടെ അത്ഭുതങ്ങൾ ചെയ്തു. He did miracles for me. നിന്റെ ഉള്ളം തകരുമ്പോൾ മാറിപ്പോകുന്നവനല്ല നമ്മുടെ ദൈവം കേട്ടോ. Amen. When your heart is troubled, he will not leave you. അരികിൽ വന്ന് ആശ്വസിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. He will come and comfort you there. ഇത്ര നല്ലൊരു ദൈവം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah, praise God that we have such a great God with us. അവിടെ നമ്മുടെ ഞരക്കം അറിയുന്നവനാ കേട്ടോ. A God who even knows the groanings of our heart. നിന്റെ വേദനയുടെ സമയത്ത് ആരും നിനക്ക് തുണ നിന്ന് വരികയില്ല. No, maybe no one will stand with you when you are hurting. പരിശുദ്ധാത്മാവ് തുണ നിൽക്കാൻ കൂടെ ഉണ്ട്. But the Holy Spirit will stand with your weakness. പൗലോസ് പറയുന്നു എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. Paul says that in first time no one stood with me. എന്റെ കർത്താവോ എനിക്ക് തുണ നിന്നു. But God stood with me. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട് എനിക്ക് തുണയ്ക്കുന്ന ഒരു ദൈവമുണ്ട്? How many of you have the assurance that there is a God who will stand with you? ആശയക്കാർ വിട്ടുപോയാലും മറ്റാരും മാറിപ്പോയാലും ദൈവം എന്നെ തുണയ്ക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് Though Asians and other people would leave me,
Oh, God ribala will stand bara, with me. How many of you handala believe bara, that? ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ അതിരം തുറന്നൽപ്പ സമയം ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിന് ആരാധന അർപ്പിച്ചാട്ട് ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം. ഓ ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ എല്ലാവരും അല്പസമയം ദൈവത്തിന് ആരാധന കൊടുത്താട്ട് ഇതുവരെ അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യം ഈ രാത്രി നമ്മുടെ മേൽ പകരാൻ നമ്മുടെ കർത്താവ് ശക്തനാ. ഉടാബാര ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രിയരെ, നമുക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. No, dears, there's a God who stands with us in our weakness. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകട്ടെ. Let me go fast. ഇവിടെ പക്ഷപാതം കഴിക്കുന്ന 3 കൂട്ടരെ ഈ പുസ്തകത്തിൽ കാണാം. We can see 3 groups of people who are interceding for us. ഈ വളരെ വിശാലമായി അതൊന്ന് വിവരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് വളരെ ആശ്വാസം തരുന്നതാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. So number one is that, he who searches our heart, he knows. നമ്മുടെ എബിൻ പാസ്റ്ററും സന്തോഷ് പാസ്റ്ററും ബാബുജാനും അവർ 3 പേരും ചുമയായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയെന്ന് വിചാരിക്കുക. So suppose Ebin Pastor, Santosh Pastor and Babu Chain went to a hospital because they have cough. 1 2 3 എന്ന് നമ്പർ എടുത്ത് ഇങ്ങനെ ടോക്കൺ പ്രതീക്ഷിച്ച് ഡോക്ടറുടെ വിളി കേൾക്കാൻ കാത്തിരിക്കുക. So they have taken the token and waiting for the doctor to call them. ഒന്നാമനെ വിളിച്ചു ഡോക്ടർ. 3 പേർക്കും ചുമയാ. So all 3 of them have cough and the doctor called the first one. എത്ര ദിവസമായെന്നൊക്കെ ചോദിച്ചു. And the doctor asked how many days. ടെലസ്കോപ്പ് നെഞ്ചത്തോട്ട് വെച്ചു. And examined with the stethoscope. ശ്വാസം വിടാനും പോകാനും പറഞ്ഞു. Asked him to take a deep breath and exhale. അത് അദ്ദേഹം പറഞ്ഞു ഇത് ബ്രോങ്കൈറ്റിസിന്റെ ആരംഭമാണ്, സൂക്ഷിക്കണം. So the doctor said beginning of bronchitis, be careful. ഇറങ്ങി വന്നപ്പോൾ എബിൻ പാസ്റ്റർ പറഞ്ഞു ബ്രോങ്കൈറ്റിസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റു 2 പേരും ചിന്തിക്കുന്നത് സെയിം ആയിരിക്കുമെന്നാ. So Ebin Pastor told the other 2 that I have bronchitis, so others are thinking we also have bronchitis. പക്ഷേ രണ്ടാമത്തെ ആളിനെ ടെലസ്കോപ്പ് വെച്ചിട്ട് സെയിം രീതി പരിശോധിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ന്യൂമോണിയയുടെ ആരംഭമാണ്. Now the second person, the doctor examined in the same way but told that you have pneumonia. മൂന്നാമത്തെ ആള് ചിന്തിച്ചു ഒന്നീ ബ്രോങ്കൈറ്റിസ് അല്ലേ ന്യൂമോണിയ എന്ന് പറഞ്ഞ് അകത്തോട്ട് കീറുന്നത്. So the third person thought it could be either bronchitis or pneumonia and he went in. ശ്വാസം വലിച്ചു വിടാൻ പറഞ്ഞു, വലിച്ചെല്ലാം വിട്ടു. അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊരു അലർജിയുടെ പ്രശ്നമാണ്, അതുകൊണ്ട് ആന്റിബയോട്ടിക് കഴിക്കണമെന്ന് പറഞ്ഞു. So he exhaled and inhaled and did it again and the doctor said this seems like allergy and you just take the medicine. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മെഡിസിൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ 8-10 വർഷം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന നമ്മളെക്കാൾ ഇച്ചിരൂടെ മാത്രം തലയുള്ള ഇവർക്ക് ടെലസ്കോപ്പ് വെച്ച് 3 പേരെയും പരിശോധിച്ചപ്പോൾ ഈ ശ്വാസനിശ്വാസങ്ങളുടെ വേരിയേഷൻ വ്യത്യസ്തമായതുകൊണ്ട് രോഗം നിർണയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ വിഷയം ശരിക്കറിയാം, എല്ലാം അറിയാം. Amen. Hallelujah. Let us be reminded of the fact that if the doctors in this world who has medical education, if they are able to diagnose the diseases accurately because of the lung sounds and everything, the God who created the whole universe, he knows each and every one of us very clearly what is going on in our hearts and he knows very well. നോക്കണേ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് പക്ഷപാതം ചെയ്യുന്നു. And God's Holy Spirit is sitting in our hearts and he is interceding for us. 32ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് പുത്രൻ തമ്പുരാൻ പക്ഷപാതം ചെയ്യുന്നു. In verse 32 we read that the son is interceding for us sitting by the father's side. എന്നിട്ടും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് And then we see that those who love God, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, those who are called according to his purpose, എന്തെങ്കിലും സംഭവിച്ചാൽ, if something happens to them, അത് നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കും. and God works everything together for good. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And God's Holy Spirit was praying, sitting in our hearts. പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ തമ്പുരാൻ ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയായിരുന്നു. And as the Son of God is sitting by the Father's side interceding for us. എന്നിട്ടും
എന്തെങ്കിലും സംഭവിച്ചാൽ, and even when something happens, അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. and God will work everything together for our good. കൂടി വ്യാപരിക്കുക എന്നുള്ള പദത്തിന് സെൻഗുഗോ എന്നൊരു പദമാണ് ഗ്രീക്കിലുള്ളത്. And for working together for good in Greek, it's a sengigo. അതെ, ഞാൻ ആ പദം ഒന്ന് നോക്കിക്കോട്ടെ. കാര്യം പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരക്ഷരമെങ്കിലും തെറ്റിപ്പോയാൽ ഇത് പലരും കേൾക്കുകയും കാണുകയും ചെയ്യുമായിരിക്കുമല്ലോ. ഇതെന്തോ തെറ്റ് പറഞ്ഞെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ ആ പദം. അതെ, കൂടി വ്യാപരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ആ പദത്തിലൂടെ കൊടുത്തിട്ടുള്ളത്. So that word means working together. അവിടെ നമ്മൾ വായിക്കുന്നത് അതെ കൂടി വ്യാപരിക്കുക എന്നുള്ളൊരു പദമാണ്. സുനർഗയിൻ എന്നുള്ളൊരു പദമാണ്. സുനർഗയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞു മറ്റൊരു പെട്ടെന്ന് നിർത്താം. നമ്മളൊരു പാലം പണിയുക, വീട്ടിലോട്ട് പോകാനെന്ന് ചിന്തിക്കുക. Suppose we are building a bridge to go to our house. ലോറിയിൽ വന്ന മിറ്റിലും സിമെന്റും എല്ലാം ഇറക്കി, and all the construction materials are there. ഇപ്പൊ 3 വയസ്സുള്ള കുഞ്ഞ് ചോദിച്ചു, പപ്പാ ഇതെന്തിനാ ഇറക്കിയേക്കുന്നേ? So the 3-year-old son asked, Papa, what is this for? ഇത് നമ്മുടെ വീട്ടിലോട്ട് വരാൻ പാലം പണിയാനാ. So this is to build a bridge. അയ്യോ, സൈക്കിൾ കയറ്റാൻ പറ്റുമോ? കുഞ്ഞിന്റെ സൈക്കിൾ കയറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. So he said, oh, my cycle can go through the bridge. മോനെ, സൈക്കിൾ അല്ല, കാർ കയറ്റാം എന്ന് പറഞ്ഞു. So the father said, not just cycle, even the car can go. വലിയ ട്രക്ക് കയറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. Can we bring the big truck? ആ കുഞ്ഞിനോട് അപ്പൻ ചുരുക്കി പറഞ്ഞു, മോനെ ട്രക്കല്ല, ആന കയറിയാലും ഒരു കുഴപ്പവും വരികയില്ല. No, the father said, not just the truck, even the elephant comes, no problem. പണിയെല്ലാം കഴിഞ്ഞ് അങ്ങ് പോയി ആൾക്കാർ. And all the work is, construction is over and people left. പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ 3 വയസ്സുകാരൻ്റെ ഒരു വിളി കേൾക്കാം, പപ്പാ അപ്പച്ചാ ഓടി വായോ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം. And this 3-year-old son is like a crying out, appacha come. ഇവൻ അതിന്റെ മണ്ടേ ചവിട്ടി നിന്നതാ. ഇത് താഴോട്ട് അങ്ങ് പോയി കമ്പിയേൽ ഉടക്കി കാലെടുക്കാൻ വയ്യാതെ നിൽക്കുകയാണ്. So he just walking on the bridge, this fell down and his feet is stuck. ഗ്രാൻഡ് പപ്പായെ നോക്കി പറഞ്ഞു, യു ആർ എ ലയർ, നീ നുണ പറഞ്ഞവനാണെന്ന് പറഞ്ഞു. And he told the grandfather that you are a liar. എന്നെ മോനെ, ഞാൻ നുണയൊന്നും പറഞ്ഞിട്ടില്ല. അത് പപ്പ അല്ലയോ പറഞ്ഞു, ആന കയറിയാലും താഴത്തില്ലെന്ന്. ഇപ്പൊ മോൻ കയറിയപ്പോ തന്നെ ഇത് പോയല്ലോ എന്ന് പറഞ്ഞു. So you said, even an elephant can walk through this, but it's only me that it already broke. അപ്പച്ചൻ പറഞ്ഞു, മോനെ ഞാൻ പറഞ്ഞത് കള്ളമല്ല, ഇത് സെറ്റ് ആകാൻ ഒരു സമയമെടുക്കും. So he said, I was not lying, but it takes time for the concrete to get set. ഉടനെ അത് നന്മയായി കൂടി വ്യാപരിക്കണമെന്നില്ല. So it's not just all of a sudden everything work together. ഇത് സെറ്റ് ആകാൻ ഒരു സമയമെടുക്കും. It might take a little time for the things to get set. അപ്പോൾ നമ്മൾ തിരിഞ്ഞു പാടും, ഓ അവൻ ചെയ്തതെല്ലാം നന്മയ്ക്കാ. No, when everything is set and work together for our good, we will turn back and sing that God will do everything for എൻ്റെ good. ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്കാ. Whatever happened in my life was for my good. യോസഫ് പറയും, എൻ്റെ ജീവിതത്തിൽ നടന്ന ആ പൊട്ടക്കിണറിന്റെ അനുഭവം എൻ്റെ നന്മയ്ക്കാ. And Joseph will sing that the empty pit was for my goodness. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്കാ. Everything happened in my life was for my good. വീണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും ഒരു ദൈവവൈദ്യന് ഉറപ്പുണ്ട്, തലയിലെ മുടി ഒന്ന് കൊഴിഞ്ഞു പോയാൽ എൻ്റെ കർത്താവ് അറിയാതെയല്ല, ഞാൻ അവൻ്റെ ഉള്ളം കയ്യിലാണ്. Hallelujah. For a child of God, even though they don't know how to pray, even if one hair follicle falls down, they know that it is not without the knowing of our God. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. Hallelujah. There is a God who works for us. കൺക്ലൂഷൻ ഒന്നും പറയാൻ ഇവിടെ സമയം എടുക്കുന്നില്ല. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I'm not taking much time to conclude. I hope you are all following me. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. May God bless us abundantly with these words.